നമസ്കാരം, മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേനം തരിച്ചപടവ് വാർഷിക പൊതുയോഗം ചേർന്നു. ചെർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വെങ്ങണിശ്ശേരി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ മികവ് 2025 സംഘടിപ്പിച്ചു. സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിൽ ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി വല്ലച്ചിറ യൂണിറ്റ് പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി ബിജു എടക്കളത്തൂർ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ചേനം തരിശപ്പടവ് വാർഷിക പൊതുയോഗം ചേർന്നു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തുടർച്ചയായ 3 വർഷങ്ങളിൽ നമ്മൾ പരിശോധിക്കുന്നുണ്ട്. തുടർച്ചയായ 3 വർഷങ്ങളിൽ പല പാടശേഖരങ്ങളിലും വലിയ നാശനഷ്ടങ്ങളും വരുമാന നഷ്ടവും ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, വ്യത്യസ്ത കാരണങ്ങളാണ്. ഒരു കാരണം മാത്രമല്ല, വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ട് കർഷകരുടെ വരുമാനം കുറഞ്ഞു വരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നെൽകർഷകരെ മാത്രം വെച്ച് പറയാം. അപ്പോൾ അവരുടെ ഉൽപാദന ചെലവിനനുസൃതമായിട്ടുള്ള വില ലഭ്യമാകണമെന്ന് പറയുന്നത് കർഷകരുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. അത് നമ്മുടെ സംസ്ഥാനത്തിൽ ആവശ്യപ്പെടുന്ന കാര്യമല്ല, രാജ്യത്ത് മുഴുവനുള്ള കർഷകർ ആവശ്യപ്പെടുന്ന കാര്യമാണ്. അവർ ഉൽപാദന ചെലവിൻ്റെ 50% കൂടുതൽ വില ലഭ്യമാകണം എന്നുള്ള രീതിയിലുള്ള പ്രക്ഷോഭങ്ങളൊക്കെ നമ്മൾ കണ്ടുവരുന്ന കാര്യങ്ങളാണ്. അത് കർഷകർക്ക് അനുവദനീയമായ രീതിയിലുള്ള കമ്മീഷനൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. പക്ഷെ അത് ലഭ്യമാകുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് കർഷകരെ സംബന്ധിച്ച് വലിയ വേവലാതിയോടു കൂടിയാണ് ഓരോ പ്രാവശ്യവും അവർ കൃഷി ചെയ്യുന്നത്. എല്ലാ പ്രാവശ്യവും കൃഷി എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ച് ഒരു സംസ്കാരമാണ്. മാത്രമല്ല, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എന്ന് പറയുന്നത് കൃഷിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിത സമ്പ്രദായം കൊണ്ടുപോകുന്ന രാജ്യം കൂടിയാണ്. അതിൻ്റെ ഉപഘടകങ്ങളിൽ ജോലി ചെയ്യുന്ന ധാരാളം പേര്, അതിനോട് ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. കൃഷി എന്ന് പറയുന്നത് ഇട്ടെറിഞ്ഞു പോകേണ്ട ഒന്നല്ല. പടവ് പ്രസിഡന്റ് ബിജു പണിക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. അതുകൊണ്ട് കൃത്യമായി നമ്മൾ ഓരോ ഭാഗത്തു നിന്നും മരുന്നടിക്കാൻ ഒരു സമയം നമ്മൾ ഓരോ ഭാഗത്തും ഇന്ന് കളനാശിനി, ഇന്ന ദിവസം കളനാശിനി അടിക്കണം. അപ്പൊ 2 ദിവസം കഴിഞ്ഞാൽ ആ ഭാഗത്ത് വെള്ളം കയറ്റി നിർത്തി അങ്ങനെ കയറി കളകളെ കറക്റ്റായിട്ട് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റി. വരിശല്യം ഒരുവിധം നമ്മുടെ പാടശേഖരത്തിൽ നിന്ന് ഒഴിവായിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നല്ല ഒരു പ്രവർത്തനം നടത്തിയത് കൊണ്ട് നമ്മൾക്ക് അങ്ങനത്തെ ഒരു വിളവ് ലഭിക്കാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുമ്മായം നമ്മുടെ കൃഷി വകുപ്പിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ആകെ 4 പാക്കറ്റാണ് നമുക്ക് ലഭിച്ചത്. അത് പോരാ എന്ന് തോന്നിയപ്പോൾ നമ്മുടെ ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ഇടപെട്ടിട്ട് നമുക്കൊരു 3 പാക്കറ്റ് കൂടി നമുക്ക് ചേർപ്പ് പഞ്ചായത്തിന്റെ പരിധിയിലുള്ള കർഷകർക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ 7 പാക്കറ്റ് കുമ്മായം മാത്രം പോരാ എന്നുള്ള കൃഷി വകുപ്പിന്റെ നിർദ്ദേശമുണ്ട്. കൃഷി വകുപ്പിന്റെ നിർദ്ദേശം ഒരു 1-ാം ഘട്ടം 15 പാക്കറ്റ് ഇടുക, 2-ാം ഘട്ടം വീണ്ടും 2-ാം വളം ഇടുന്നതിന് മുന്നേ ഒരു 15. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത്, പാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ, ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ നസീജ മുത്തലീഫ്, പാറളം ഗ്രാമപഞ്ചായത്ത് മെമ്പർ സുബിത സുഭാഷ്, ചേർപ്പ് ADA CD മാലിനി, പടവ് ജോയിന്റ് സെക്രട്ടറി VA രഞ്ജിത്ത്, ഷാജിദ ഗോപിനാഥ് എന്നിവർ സംസാരിച്ചു. പടവിന്റെ 25ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പ്രഥമ പ്രസിഡന്റ് ചിറ്റൂർമന വാസുദേവൻ നമ്പൂതിരിയെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. 2024-25 വർഷത്തിലെ പ്രവർത്തക റിപ്പോർട്ട് സെക്രട്ടറി TK രാജു അവതരിപ്പിച്ചു. കമ്മിറ്റി അംഗങ്ങളായ PK അബ്ദുള്ള, AS ഉണ്ണികൃഷ്ണൻ, രാജൻ, KC മജീദ്, PK കുട്ടമോൻ, PR പ്രമോദ്, TA ഷെരീഫ്, PK ആന്റണി എന്നിവർ സംസാരിച്ചു. പടവിലെ മികച്ച കർഷകനായ വെട്ടിത്തിലാത്ത് മുഹമ്മദ് കുട്ടിയെയും പടവ് കർഷകരുടെ മക്കളിൽ ഉന്നത വിജയം നേടിയവരെയും ചടങ്ങിൽ ആദരിച്ചു. ഒരു കർഷകനുള്ള ചികിത്സാ ധനസഹായവും കൈമാറി.
വെങ്ങണിശ്ശേരി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ മികവ് 2025 സംഘടിപ്പിച്ചു. സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ സാമ്പത്തിക സാമൂഹിക വളർച്ചയിൽ വലിയ പങ്കുവഹിച്ച ഇപ്പോഴും വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സഹകരണ പ്രസ്ഥാനം. നമ്മുടെ നാട്ടിൽ എല്ലാ ഗ്രാമങ്ങളിലും വിവിധ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയിട്ടുള്ള സഹകരണ സംഘടനകളും ബാങ്കുകളും ഒക്കെ തന്നെ ഇപ്പോഴുണ്ട്. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ സാധാരണക്കാരായ ജനങ്ങൾ ഇന്നും എന്നും മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് സാമ്പത്തിക പ്രതിസന്ധി. അത് തരണം ചെയ്യുന്നതിന് വേണ്ടി കടം വാങ്ങിക്കുക എന്നതാണല്ലോ അതിനുള്ളൊരു പരിഹാരമാകുന്നത്. അപ്പോൾ ഈ സ്വകാര്യ മേഖലയിലുള്ള വളരെയേറെ പലിശ വാങ്ങുന്ന ബ്ലേഡ് കമ്പനികൾ എന്നൊക്കെ പിന്നീട് അറിയപ്പെട്ടതും അതുപോലെ തന്നെ മനുഷ്യനെ വലിയ മട്ടിൽ ചൂഷണം ചെയ്യുന്നതുമായിട്ടുള്ള പണമിടപാട് സ്ഥാപനങ്ങളുടെയൊക്കെ കുടുക്കിൽപ്പെട്ട് അങ്ങേയറ്റം ജീവിതം പകർന്നുകൊണ്ടിരുന്ന പ്രത്യേകിച്ചും കാർഷിക മേഖലയിലെയും പരമ്പരാഗത ജീവിത മേഖലയിലെയൊക്കെ മനുഷ്യർക്ക് അവരുടെ കടാശ്വാസം എന്നുള്ള രീതിയിലാണ് സഹകരണ പ്രസ്ഥാനം കേരളത്തിൽ ആരംഭിച്ചത്. ബാങ്ക് മെമ്പർമാരുടെ മക്കളിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ അവാർഡ് വിതരണവും ചങ്ങരംപുറത്ത് വേലായുധൻ എൻഡോമെന്റ് വിതരണവും വെങ്ങണിശ്ശേരി CALP സ്കൂളിലെ നിർധനരായ വിദ്യാർത്ഥികൾക്കുള്ള കൈതയ്ക്കപ്പുഴ മോഹനൻ എൻഡോമെന്റ് വിതരണം, അംഗൻവാടികൾക്കുള്ള ഉപകരണങ്ങളുടെ വിതരണം, വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകൾക്കുള്ള ആദരവ് തുടങ്ങിയ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. ബാങ്ക് പ്രസിഡന്റ് MP സതീഷ് ബാബു അധ്യക്ഷത വഹിച്ചു. ഈ മികവ് പരിപാടിയിൽ വെങ്ങണിശ്ശേരി സഹകരണത്തിന്റെ പ്രവർത്തന മികവ് അടയാളപ്പെടുത്തുന്ന ചില സംരംഭങ്ങളിൽ മികവ് പരിപാടി ഉദ്ഘാടനം ചെയ്യപ്പെടാറുണ്ട്. ഇത് ബാങ്കിൽ 4 ശാഖകളും 13ഓളം അനുബന്ധ സ്ഥാപനമായി പങ്കെടുക്കുന്ന ഒരു സ്ഥാപനമാണ്. ഈ 13 സ്ഥാപനങ്ങളിൽ പലതും ഈ മികവ് പരിപാടിയോടൊപ്പം ഉദ്ഘാടനം ചെയ്യപ്പെട്ടതാണ്. നമുക്ക് കഴിഞ്ഞ വർഷം നമ്മൾ 4ഓളം സംരംഭങ്ങൾ നമ്മൾ തുറന്നു കൊടുത്തിട്ടുണ്ട്. വിനാഗിരി യൂണിറ്റ്, നമ്മുടെ നാളികേര സംസ്കരണ യൂണിറ്റ് ഉത്പാദിപ്പിക്കണം ഉണ്ടാകുന്ന നാളികേര വെള്ളത്തിൽ നിന്ന് വിനാഗിരി യൂണിറ്റ് ഉത്പാദിപ്പിക്കാൻ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ബാങ്ക് സെക്രട്ടറി KK അനിൽ, CCU ചെയർമാൻ വോഗീസ് മാസ്റ്റർ, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ, പാറളം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ജെറി ജോസഫ്, പഞ്ചായത്ത് അംഗങ്ങളായ CB സുരേഷ്, CR ശ്രീജിത്ത്, അനിത പ്രസന്നൻ, ബാങ്ക് ഡയറക്ടർ DM ഉദയഭാനു തുടങ്ങിയവർ സംസാരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വല്ലച്ചിറ യൂണിറ്റ് പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി ബിജു എടക്കളത്തൂർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് സജീഷ് നടുവിൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി CR ശേഖരൻ മുഖ്യ അതിഥിയായിരുന്നു. യൂണിറ്റ് സെക്രട്ടറി ഉണ്ണി വെളിയത്ത്, യൂണിറ്റ് ട്രഷറർ വിൻസെന്റ് പിടിയത്ത് എന്നിവർ സംസാരിച്ചു. വലിയ നേട്ടങ്ങൾക്ക് ഈ പ്രോത്സാഹനങ്ങളൊക്കെ നിങ്ങൾക്ക് സഹായകരമാണ്. നമ്മളൊക്കെ ഓരോരുത്തരും നമ്മുടെ പ്രവർത്തന മേഖലയിൽ വിജയങ്ങൾ കൈവരിച്ചപ്പോൾ അതിൻ്റെയൊക്കെ പിന്നില് നമുക്ക് പലപ്പോഴുമായിട്ട് ലഭിച്ച നല്ല വാക്കുകൾ, അതൊക്കെ നമ്മളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നമുക്ക് കരുത്തു പറഞ്ഞ കാര്യങ്ങളായി. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം SSLC എന്ന് പറയുന്നത് ആദ്യത്തെ സ്റ്റെപ്പ്. ആ സ്റ്റെപ്പ് കഴിയുമ്പോൾ അതിൽ തന്നെ നല്ല വിജയം കൈവരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്ന് പറയുമ്പോൾ തുടർന്നുള്ള ഒട്ടനവധി പരീക്ഷണങ്ങളിൽ അത് നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ മാതാപിതാക്കൾ നൽകുന്ന സപ്പോർട്ട്, മാതാപിതാക്കളുടെ സംഘടന സംവിധാനം അത് നൽകുന്ന വലിയ പിന്തുണ, ഇതൊക്കെ നിങ്ങൾക്ക് ഒരു രീതിയിൽ പ്രയോജനകരമാകുന്ന കാര്യത്തിലാണ്. CC മുകുന്ദൻ MLAയെ CPI ജില്ലാ കൗൺസിലിൽ നിന്നും ഒഴിവാക്കിയതിൽ അതൃപ്തി. സമ്മേളന പ്രതിനിധികളിൽ തന്നെ അമർഷവും അഭിപ്രായ വ്യത്യാസവും.
ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ടി.ആർ. രമേശ് കുമാറിന്റെയും ജില്ലാ സെക്രട്ടറി കെ വത്സരാജിന്റെയും വി.എസ്. സുനിൽകുമാറിന്റെയും രാഷ്ട്രീയ വൈരാഗ്യമാണ് പുറത്താക്കലിന് കാരണമെന്നാണ് ആക്ഷേപം. സി മുകുന്ദൻ എം.എൽ.എയുടെ മുൻ PA മസൂദ് കെ വിനോദിനെതിരെ നിയമസഭാ അലവൻസ് സാമ്പത്തിക ക്രമക്കേടിൽ MLA മൊഴി നൽകുകയും പാർട്ടി നേതാക്കൾ പരിഹരിക്കാൻ ശ്രമിച്ചപ്പോൾ ഒഴിവാക്കാൻ സാധിക്കില്ല എന്ന ഉറച്ച നിലപാടിലും നിന്നതാണ് MLAയോടുള്ള വൈരാഗ്യത്തിന് കാരണമെന്നാണ് വിലയിരുത്തൽ. മസൂദിനെതിരെ വ്യാജരേഖ ചമയ്ക്കൽ കേസ് തിരുവനന്തപുരം മ്യൂസിയം പോലീസിൽ നിലവിലുണ്ട്. മസൂദ് 15 വർഷക്കാലം വി.എസ്. സുനിൽകുമാറിന്റെ PA ആയിരുന്നു. മസൂദിന്റെ അഴിമതികളും ടി.ആർ. രമേശ് കുമാറിന്റെ സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളും ചൂണ്ടിക്കാണിച്ച MLA CPI സംസ്ഥാന നേതൃത്വത്തിനും ജില്ലാ നേതൃത്വത്തിനും പരാതി നൽകിയിരുന്നു. ഈ വിഷയങ്ങളാണ് MLAയെ തഴഞ്ഞതിന് പിന്നിലെന്നാണ് പാർട്ടിക്കുള്ളിൽ തന്നെ ഉയരുന്ന ആക്ഷേപം. വി.എസ്. സുനിൽകുമാറും ടി.ആർ. രമേശ് കുമാറും കെ വത്സരാജും കളവ് പറയാൻ ആവശ്യപ്പെട്ടുവെന്നും മസൂദിനെതിരെയുള്ള കേസ് പരിഹരിക്കാൻ ആവശ്യപ്പെട്ടുവെന്നും സി മുകുന്ദൻ MLA പറഞ്ഞു. കള്ളത്തരത്തിന് കൂട്ടുനിൽക്കാൻ സാധിക്കില്ല. ഈ വിഷയത്തിൽ പ്രതികരിച്ചതിലുള്ള പ്രതികാര നടപടിയായാണ് തന്നെ ജില്ലാ കൗൺസിലിൽ നിന്നും പുറത്താക്കിയതെന്നും സി മുകുന്ദൻ MLA പ്രതികരിച്ചു. പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം വിജയോത്സവം സംഘടിപ്പിച്ചു. കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്രം മഠാധിപതി ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമി ഉദ്ഘാടനം ചെയ്തു. താന്യം ഗ്രാമപഞ്ചായത്തിലെ SSLC +2 പരീക്ഷയിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെയും SSLC പരീക്ഷയിൽ 100% വിജയം കരസ്ഥമാക്കിയ സ്കൂളുകളെയും LSS, USS, NMMS സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വ്യക്തിത്വങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു. മണപ്പുറം മാ അക്കാഡമിയുടെ നേതൃത്വത്തിൽ കരിയർ ഗൈഡൻസ് ക്ലാസും നടത്തി. പെരിങ്ങോട്ടുകര ജാനകി കോംപ്ലക്സിൽ നടന്ന അഭിനന്ദനം 2025 അനുമോദന സദസ്സിൽ നെഹ്റു സ്റ്റഡി സെന്റർ കൾച്ചറൽ ഫോറം ചെയർമാൻ ആന്റോ തുറയൻ അധ്യക്ഷത വഹിച്ചു. സോഷ്യൽ ജസ്റ്റിസ് കേരള റിട്ടയർഡ് ജോയിന്റ് ഡയറക്ടർ ശ്രീദേവി കരുണാകരൻ മുഖ്യാതിഥിയായിരുന്നു. പെരിങ്ങോട്ടുകര വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് VK പ്രദീപ്, മണപ്പുറം സമീക്ഷ പ്രസിഡന്റ് MB സജീവൻ, KS വിഷ്ണു, സിനുകുമാർ, സ്റ്റഡി സെന്റർ കൺവീനർ രാമൻ നമ്പൂതിരി, ട്രഷറർ പ്രമോദ് കണിമംഗലത്ത് എന്നിവർ സംസാരിച്ചു. സാജൻ കുറ്റിക്കാട്ടുപറമ്പിൽ, ഹരിദാസ് ചെമ്മാപ്പള്ളി, ജഗദീഷ് രാജവാളമുക്ക്, ഉഷ ഉണ്ണികൃഷ്ണൻ, പോൾ പുലിക്കോട്ടിൽ, ഗീതാദാസ്, രേണുക റിജു, വിനോഷ് വടക്കേടത്ത്, സുബീഷ് തൈവളപ്പിൽ, നാരായണൻ, നിസാർ കുമ്മംകണ്ടത്ത്, ജനാർദ്ദനൻ എന്നിവർ നേതൃത്വം നൽകി. ജോജോ ജോൺ ചുങ്കത്ത്, ജിസ ആന്റണി, സ്മിത പോൾ എന്നിവർ ക്ലാസ് നയിച്ചു. SNDP യോഗം നാട്ടിക യൂണിയൻ ഗാന്ധി ഗുരുദേവ സംഗമ ശതാബ്ദി ആഘോഷിച്ചു. യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് തൃശ്ശൂർ ജില്ലയിലെ 15 SNDP യൂണിയനുകൾ ഉള്ളതിൽ ഗുരു ഗാന്ധി സംഗമം നടത്തുന്ന ഒരേ ഒരു യൂണിയൻ നാട്ടിക യൂണിയൻ ആണ് എന്ന് കൂടി നമ്മൾ പറയാൻ അവസരം ഉപയോഗിക്കാം. നമ്മൾ ടിവിയിലൊക്കെ കണ്ടുകൊണ്ടിരുന്നതാണ് 100ാം വാർഷികം ഉദ്ഘാടനം നരേന്ദ്രമോദിജി വന്ന് നമ്മളൊക്കെ നേരത്തെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ശ്രീമതി ബിന്ദു മനോജ് ഭദ്രദീപം തെളിയിക്കുന്നത് പോലെ തന്നെ ആ യോഗം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഭാരതത്തിന്റെ പ്രധാന സേവകൻ പ്രധാനമന്ത്രി വന്ന് വിളക്ക് കത്തിച്ചു കഴിഞ്ഞ് ആ ഫോട്ടോന്റെ മുന്നിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്ന ഒരു മനോഹരമായ കാഴ്ച നമ്മളെല്ലാവരും ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. അതുമാത്രമല്ല, അന്ന് അദ്ദേഹം പറഞ്ഞത് ഗുരുദേവന്റെ ദർശനമാണ് ഇന്ന് ഭാരതത്തെ നയിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നവഭാരതത്തിന്റെ അടിത്തറ പോലും ഗുരുദേവ ദർശനമാണെന്ന് പറഞ്ഞിട്ടാണ് മോദിജി പ്രസംഗം തന്നെ തുടങ്ങുന്നത്. ചിന്ത്ര ഭിന്നിശാഖ മുൻ പ്രസിഡന്റും തൃശൂർ RDC ട്രഷററുമായി ദീർഘകാലം സേവനമനുഷ്ഠിച്ച രാജീവൻ തഷ്നാത്തിന്റെ ദേഹവിയോഗത്തിൽ യോഗം അനുശോചനം രേഖപ്പെടുത്തി. സെപ്റ്റംബർ 7 നടക്കുന്ന 171ാമത് ശ്രീനാരായണ ഗുരുദേവ ജയന്തി അതിവിപുലമായി നടത്താൻ യോഗം തീരുമാനിച്ചു. ജയന്തി ആഘോഷത്തിന് മുന്നോടിയായി 101 അംഗ കമ്മിറ്റിയും രൂപീകരിച്ചു. തുടർന്ന് ഗാന്ധി ശ്രീനാരായണ ഗുരുദേവ സംഗമത്തിന്റെ ശതാബ്ദി ആഘോഷ പ്രഭാഷണം യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് നിർവഹിച്ചു. വനിതാ സംഘം പ്രസിഡന്റ് ബിന്ദു മനോജ് ഭദ്രദീപം തെളിയിച്ചു. യൂണിയൻ വൈസ് പ്രസിഡന്റ് PV സുദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. യോഗം ബോർഡ് മെമ്പർ പ്രകാശ് കടവിൽ, യൂണിയൻ കൗൺസിലർമാരായ ദീപൻ, KG നാരായണദാസ്, ഗണേശൻ, വനിതാ സംഘം സെക്രട്ടറി ശ്രീജ മൗസ്മി, യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് VP പ്രഭാഷ് ശങ്കർ, യൂണിയൻ സെക്രട്ടറി മോഹനൻ കണ്ണമ്പുള്ളി, കൗൺസിലർ നരേന്ദ്രൻ തയ്യിൽ എന്നിവർ സംസാരിച്ചു. തൃപ്രയാർ സംസ്ഥാന മത്സ്യബന്ധന ഫിഷറീസ് തുറമുഖ വകുപ്പിന്റെ സംസ്ഥാനത്തെ മികച്ച ചെമ്മീൻ കർഷകനുള്ള സംസ്ഥാനത്തെ അവാർഡ് നേടിയ JCI മുൻ അന്തർദേശീയ പ്രസിഡന്റുമായ ഷൈൻ T ഭാസ്കരനെ
കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി ആദരിച്ചു. AICC അംഗം അനിൽ അക്കര ഷൈനെ പൊന്നാടയും മൊമെന്റോയും നൽകി ആദരിച്ചു. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി അനിൽ പുലിക്കൽ, VR വിജയൻ, അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ, P വിനു, AN സിദ്ധപ്രസാദ്, CG അജിത് കുമാർ, VD സന്ദീപ്, ജീജ ശിവൻ, CS മണികണ്ഠൻ, PC മണികണ്ഠൻ, PC ജയപാലൻ, രഹന ബിനീഷ്, ജയ സത്യൻ, AK വാസൻ, മധു അന്തിക്കാട്ട്, മുഹമ്മദ് അലി കണിയാർക്കോട്, റാനിഷ് കെ രാമൻ, MB വൈഭവ്, KK കൃഷ്ണകുമാർ, MV ജയരാജൻ, ജയരാമൻ അൻഡേഴത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റിൽ 22 ഏക്കർ സ്ഥലത്താണ് ചെമ്മീൻ കൃഷി ചെയ്തു വരുന്നത്. തൃശൂർ ജില്ലയിലെ കോൾപ്പടവ് കർഷക പ്രതിനിധികളുടെ യോഗം ചേർന്നു. കേന്ദ്രമന്ത്രി അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. BJP മേഖലാ പ്രസിഡന്റ് A നാഗേഷ്, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ AR അജികുഷ്, ജോർജ്, അനീഷ് ഇയാൽ, ബിജോയ് തോമസ്, കോൾപ്പടവ് പ്രതിനിധികളായ പ്രസാദ്, സുഗതൻ, CS സുനിൽ എന്നിവർ സംസാരിച്ചു. കേരളത്തിലെ നെൽകർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിനും അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനുമായി BJP നിശ്ചയിച്ച 3-അംഗ സമിതി കഴിഞ്ഞ ദിവസങ്ങളിൽ തൃശൂരിലെത്തിയിരുന്നു. അതിന്റെ തുടർച്ചയായാണ് കേന്ദ്രമന്ത്രി തൃശൂരിലെത്തി കർഷകരെ നേരിട്ട് കണ്ട് ചർച്ച നടത്തിയത്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 9140 രൂപ, പവന് 73,120 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേനം തരിച്ചപടവ് വാർഷിക പൊതുയോഗം ചേർന്നു. ചെർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വെങ്ങണിശ്ശേരി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ മികവ് 2025 സംഘടിപ്പിച്ചു. സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിൽ ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വല്ലച്ചിറ യൂണിറ്റ് പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി ബിജു എടക്കളത്തൂർ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.